നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് അമല പോൾ. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമല പോൾ പിന്നീട് തമിഴിലേക്ക് ചുവടുമാറ്റുകയായിരുന്നു. മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമല പോൾ താരമായി മാറുന്നത്. അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി അമല മാറി. പിന്നീട് താരം മലയാളത്തിലേക്കും തിരിച്ചു വന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അമല അഭിനയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമല. താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകൾ വൈറലായി മാറാറുമുണ്ട്. അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലേക്കും ചുവടുവച്ചിരിക്കുകയാണ് അമല. കരിയറിലും ജീവിതത്തിലുമെല്ലാം ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെയും അമലയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു അമല പോളിന്റെയും ജഗത് ദേശായിയുടെയും വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതും താൻ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്ന് അറിയിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഭർത്താവിനൊപ്പമുള്ള മനോഹര നിമിഷങ്ങളെക്കുറിച്ചും ഗർഭകാലം എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നു എന്നതിനെക്കുറിച്ചും അടിക്കടി താരം പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴത്തെ തൻ്റെ വിവാഹത്തെക്കുറിച്ചും അമ്മയാകാനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമല. എൻ്റെ ബോയ് ഫ്രണ്ട്സിനെ പൊതുവെ അത്ര ഇഷ്ടമല്ലാത്ത ആളാണ് ചേട്ടൻ. പക്ഷേ ജഗതിനെ പരിചയപ്പെട്ടപ്പോഴേ ഇഷ്ടമായി. ഡേറ്റിംഗ് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിറന്നാളിന് കുറച്ച് ദിവസം മുൻപ് ജഗത് പ്രൊപ്പോസ് ചെയ്തു. വൈകാതെ വിവാഹവും. ഇപ്പോൾ ഞങ്ങളുടെ പൊന്നോമന വരുന്നതിൻ്റെ സന്തോഷത്തിലും. അമ്മയാകുന്നത് സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ആനന്ദം നിറഞ്ഞ അനുഭവങ്ങളിലൊന്നാണ്. ഒപ്പം ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് സമാധാനം തോന്നുന്ന ഒരാളോടൊപ്പം ആകുമ്പോൾ അത് പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നത്. ഉപാധികളില്ലാത്ത സ്നേഹം മമ്മിയിൽ നിന്നല്ലാതെ അനുഭവിക്കുന്നത് ജഗതിലൂടെയാണ്. ഗുജറാത്താണ് നാട്. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റമോൻ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഗോവയിൽ സെറ്റിൽഡ്. ഒട്ടും നല്ല കുട്ടിക്കാലമായിരുന്നില്ല എൻ്റേത്. തണൽ കുടയ്ക്ക് താഴെ വളർന്നു വന്ന കുട്ടിയല്ല ഞാൻ. ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ അംഗീകരിക്കാനും പൊരുത്തപ്പെടാനും കഴിയാറുണ്ട്. ഞങ്ങളുടെ വിവാഹത്തിന്റെ അന്ന് അപ്രതീക്ഷിതമായി നല്ല മഴ പെയ്തു. പലരും അത് ആശങ്കയോടെ ചർച്ച ചെയ്യുന്നത് കണ്ടു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തിനിത്ര ടെൻഷൻ എന്ന് ആലോചിച്ചിരിക്കവെയാണ് ജഗത് പറഞ്ഞത്. മഴ നമുക്ക് നിർത്താൻ പറ്റില്ല, ചടങ്ങ് പക്ഷേ കൃത്യമായി നടത്താൻ പറ്റും എന്ന്. അങ്ങനെ ഒരു മാനസിക പൊരുത്തം ഞങ്ങൾക്കിടയിലുണ്ട് എന്നാണ് അമല അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയും ജഗതും തമ്മിലുള്ള വിവാഹം. കൊച്ചിയിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. ജനുവരി 4-നാണ് താൻ അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അമല പങ്കുവച്ചത്. അതേസമയം പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതമാണ് അമലയുടേതായി റിലീസ് ചെയ്ത പുതിയ ചിത്രം. സൈനു എന്ന കഥാപാത്രമായാണ് അമല ചിത്രത്തിൽ അവതരിപ്പിച്ചത്. അമലയുടെ 2ാം വിവാഹമാണിത്. 2014-ൽ സംവിധായകൻ AL വിജയുമായാണ് അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത്. 4 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. എന്നാൽ അധികം വൈകാതെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം 2017-ൽ ഇവർ വിവാഹമോചിതരാകുകയും ചെയ്തു. 2009-ൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമരയിലൂടെയാണ് മലയാളത്തിലേക്ക് അമല എത്തിയത്. നീലത്താമര വിജയമായെങ്കിലും അമലയ്ക്ക് പിന്നീട് നല്ല അവസരങ്ങൾ ലഭിച്ചില്ല. പിന്നീട് തമിഴിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. സാമിയുടെ വിവാദ ചിത്രമായ സിന്ധു സമവേലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ അമല അറിയപ്പെട്ടു തുടങ്ങി. പിന്നീട് മൈന എന്ന സിനിമയിലൂടെ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്തു. മൈന ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.